ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുവൈത്തിലെ അണ്ടർ MOH പ്രൊജക്റ്റിനെ പറ്റിയാണ്. നിലവിൽ ഈ അണ്ടർ MOH പ്രൊജക്റ്റിൽ പാരാമെഡിക്കൽ മേഖലകളിലേക്ക് കുവൈത്തിലേക്ക് ധാരാളം വേക്കൻസികളും റിക്രൂട്ട്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ അണ്ടർ MOH പ്രൊജക്റ്റ്, എങ്ങനെയാണ് ഇതിൻ്റെ സാലറി, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് കണ്ടു നോക്കാം. ഇനി എന്താണ് ഈ അണ്ടർ MOH പ്രൊജക്റ്റ് എന്ന് നോക്കാം. അണ്ടർ MOH പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കുവൈത്ത് ഗവൺമെൻറ്റിന് കീഴിലുള്ള ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ എന്നിവയിലേക്ക് ഒരു കമ്പനി മുഖേന നടക്കുന്ന നിയമനത്തെയാണ് അണ്ടർ MOH പ്രൊജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുവൈത്ത് ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും. പ്രധാനമായിട്ടും കമ്പനി ആയിരിക്കും ഈ തൊഴിലാളികൾക്കുള്ള അക്കോമഡേഷൻ, അതേപോലെ തന്നെ സാലറി, ഫുഡ്, ലീവ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് കമ്പനിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇനി എങ്ങനെയാണ് ഇവർ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നാട്ടിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ വഴിയാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓരോ മേഖലകളിലേക്കും വേണ്ട ലാബ്, എക്സ്റേ, ഫാർമസി തുടങ്ങിയ ഓരോ മേഖലകളിലേക്കും കൃത്യമായ യോഗ്യതയുള്ളവരും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം കുവൈത്ത് മിനിസ്ട്രിയിൽ നിന്ന് വരുന്ന ക്ലയൻറ്റുകൾ, ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ വരുന്ന ക്ലയൻറ്റുകൾ ഈ കാൻഡിഡേറ്റ്സിനെ ഒരു സ്ഥലത്ത് റിട്ടൺ ടെസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ഇൻ്റർവ്യൂയുടെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കമ്പനി ഒരു ഓഫർ ലെറ്റർ ഈ ആൾക്കാർക്ക്, സെലക്ട് ചെയ്ത ആൾക്കാർക്ക് നൽകുന്നു. അതിൽ കമ്പനിയുടെ സാലറി, അതേപോലെ തന്നെ അക്കോമഡേഷൻ, ഫുഡ്, എത്ര വർഷത്തെ കോൺട്രാക്റ്റാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുകയും കമ്പനിയുടെ ജോലിയിൽ നേടാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യാം. അതിനുശേഷം ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഈ ജോലിക്ക് ഒരു നിശ്ചിത സർവീസ് ചാർജ് ഈടാക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ കൊടുക്കാൻ പറ്റാവുന്ന ആൾക്കാർക്ക് മാത്രമാണ് പിന്നീടുള്ള പ്രോസസ്സുകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത്തരത്തിൽ നിയമനം ലഭിച്ച ആൾക്കാർ അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് PCC സർട്ടിഫിക്കറ്റ്, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട്. ഇത് നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നിന്നാണ് മേടിക്കേണ്ടത്. അതിനുശേഷം BLS സർട്ടിഫിക്കറ്റ്, ബേസിക് ലൈഫ് സപ്പോർട്ട് സെൻറ്ററുകളിൽ നിന്നും കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് ഈ BLS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, അതായത് SLC +2 കാര്യങ്ങളൊക്കെ ഉള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ ഇന്ത്യയിലെ കുവൈത്ത് എംബസിയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടതുള്ളത്. അതിനുശേഷം ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ഈ കുവൈത്തിലുള്ള കമ്പനി ഈ കാൻഡിഡേറ്റ്സുകൾക്കൊക്കെ വിസ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വിസ ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗാംക അപ്രൂവ്ഡ് സെൻറ്ററിൽ നിന്നും മെഡിക്കൽ പാസ്സാകേണ്ടതുണ്ട്. മെഡിക്കൽ പാസ്സായാൽ മാത്രമേ കുവൈത്തിലേക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അത് ഗാംക അപ്രൂവ്ഡ് സെൻറ്ററിൽ പോയിട്ട് മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് അത് ക്ലിയർ ആകേണ്ടതുണ്ട്. അതിനുശേഷം മെഡിക്കലും ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പനി ടിക്കറ്റ് അയച്ചു തരുന്നു. അങ്ങനെ നമുക്ക് ടിക്കറ്റ് അയച്ചു കഴിഞ്ഞ് നിശ്ചിത സമയത്ത് കുവൈത്തിലേക്ക് വരാവുന്നതാണ്. കുവൈത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും മെഡിക്കൽ, അതേപോലെ തന്നെ സിവിൽ ID കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഈ കുവൈത്ത് അണ്ടർ MOH പ്രോജക്റ്റിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം. പ്രധാനമായിട്ടും കമ്പനി പറയുന്ന സാലറി, അതായത് ഒരു നിശ്ചിത എമൗണ്ട് സാലറി എല്ലാ മാസവും കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും BSc പാസ്സായി യോഗ്യതയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 310 മുതൽ 350 KD സാലറി ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഡിപ്ലോമ പാസ്സായവർക്കാണെങ്കിൽ 250 മുതൽ 300 വരെ സാലറി ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ, ഫുഡ് അല്ലെങ്കിൽ ഫുഡ് അലവൻസ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തൊഴിലാളികൾക്ക് ഈ കോൺട്രാക്റ്റ് പീരീഡ്, എത്രയാണോ നിങ്ങളോട് കോൺട്രാക്റ്റ് പറയുന്നത് ആ പീരീഡ് അവസാനിക്കുന്ന കാലയളവ് വരെ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് പ്രധാനമായിട്ട് അണ്ടർ MOH പ്രോജക്റ്റിൽ ലഭിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ എത്ര വർഷമാണ് നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്
അതായത് ഒരു 1 മുതൽ 2 വർഷം വരെ കോൺട്രാക്റ്റിലായിരിക്കും ആൾക്കാർ ഇവിടെ ജോലിക്ക് വരുന്നത്. കോൺട്രാക്റ്റ് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊജക്റ്റ് വിസയിലാണ് ഈ കോൺട്രാക്റ്റിൽ ആൾക്കാർ വരുന്നത്. കോൺട്രാക്റ്റ് അവസാനിച്ച്, അതായത് പ്രൊജക്റ്റ് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ ഈ പ്രൊജക്റ്റ് വിസയിൽ നിന്നുകൊണ്ട് ഇവിടെ ജോലി അന്വേഷിക്കാനോ, അതായത് പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതല്ല. കോൺട്രാക്റ്റ് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ വേറെ വഴികളൊന്നും ഇല്ല. ഇതാണ് പ്രധാനമായിട്ട് ഈ അണ്ടർ MOH പ്രൊജക്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.